ഹായ്. അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജസ്റ്റ് ഒരു ട്രിപ്പ് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തല്ല, ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട്. എന്നാലും ഈ വിക്ടോറിയയിലെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നാണല്ലേ മോർണിംഗ്ടൺ. അപ്പം മോർണിംഗ്ടൺ പെനിൻസുല. അപ്പോൾ നമ്മളവിടെ ആർദർ സീറ്റ് എന്ന് പറഞ്ഞൊരു ഹില്ലുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൻ്റെയൊക്കെ നല്ലൊരു വ്യൂ കിട്ടും. മൊത്തത്തിൽ താഴെ കുറേ ഏരിയാസൊക്കെ നമുക്കിങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. അതുകൂടാതെ അവിടെ കേബിൾ കാറും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് കേബിൾ കാറൊക്കെ കയറി അവിടെ നിന്ന് കുറച്ച് യൂസ് കാണാം. ഇച്ചിരി ക്ലൗഡിയാണ്. നല്ല മറ്റേ ബ്രൈറ്റ് സണ്ണി ഡേയിലൊക്കെ ആയിരിക്കും അവിടെ വെള്ളത്തിന്റെ കളർ കുറച്ചുകൂടെ കാണാൻ പറ്റും. രസം. ഇന്ന് വേറൊരു കളർ ആയിരിക്കും ചിലപ്പോൾ, എന്നാലും വ്യൂ ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയേക്കാം. ബാക്കി കാഴ്ചകൾ നിങ്ങളെ പോകുന്ന വഴി കാണിച്ചു തരാം അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ അല്ലേ. കുഞ്ഞാണെ ഉറങ്ങിപ്പോയി. മമ്മി ബാക്കിരിപ്പുണ്ട്, ഉറങ്ങിപ്പോയി. ഒരു പാവം. ചെറിയൊരു വെയിലുണ്ട്, എന്നാലും വലിയ ചൂടൊന്നുമില്ല കേട്ടോ ഇന്ന്. മൊത്തം ക്ലൗഡി ആയിട്ടിരുന്ന. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞല്ലേ ചിലപ്പം അത്ര ബ്രൈറ്റ് ഡേ അല്ലാത്തതുകൊണ്ട് ഭംഗി കാണത്തില്ല. ഇപ്പോഴേ വെയിൽ വന്നു. ഇപ്പം നല്ല വെയിൽ വന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വെയിലായി. ഫുള്ള് ഇതാ കേട്ടോ, ഫാം ഏരിയയാണ് മൊത്തം. ഇഷ്ടംപോലെ പശുക്കളും അവിടെ ഇങ്ങനെ കുഞ്ഞായിട്ട് കാണുന്ന മൊത്തം പശുക്കളാണ്. ബാക്കിൽ ആ സൈഡ് മൊത്തം പശുക്കളാണ്. ഈ ഡ്രൈവ് നല്ല രസമാണ് ഇതിലേ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഇതിലൊന്ന് വന്നായിരുന്നു അല്ലേ. നമ്മുടെ ഫാമിൽ പോയപ്പോൾ നമ്മൾ ഈ റൂട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ വഴി വിചാരിക്കുന്നത് വഴി നല്ല ഭംഗിയുണ്ടല്ലോ. അതെ. ഇത് കൊള്ളാലോ, കുറേ ദൂരം സ്ട്രെയിറ്റ് കിടക്കാണ് അല്ലേ. അതുകൊണ്ട് നമ്മളിങ്ങനെ പോയി നമ്മൾ കടലിനടുത്തേക്ക് പോവാണ്. എവിടെയാണ് നമ്മുടെ സ്ഥലം? ഇവിടെ തൊട്ടിപ്പുറത്ത് കടലാണ്. ഇവിടെ ഒരു കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ താഴേക്കുള്ള വ്യൂ. അടിപൊളിയാണ്. ഇവിടെ ഇത് ആർദർ സീറ്റിന്റെ ഇവിടെ ഈ ഹില്ലിന്റെ മേളിൽ കയറി നീങ്ങിട്ടുണ്ടെങ്കിൽ ഈ താഴേക്ക് അടിപൊളി. ഇത് ബേസ് സ്റ്റേഷൻ ആണ്. ഇവിടം വരെയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇവിടം വരെ മറ്റേ കേബിൾ കാറിൽ. അതെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ഇതിന് മുമ്പ് പ്രാവശ്യം പോയതാ, പക്ഷെ അന്ന് വീഡിയോ ചെയ്തിട്ടില്ല. കുറെ നാൾ മുമ്പാണ് പോയത്. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ ചെല്ലുമ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പഴയ പോലെ തന്നെയാണോ നോക്കാം. അമ്മ ഫസ്റ്റ് ടൈമാണ്. മോർണിംഗ്ടൺ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ? അടിപൊളി. ആ കുന്നിന്റെ മേലെ വേണം നമുക്ക് കയറാനായിട്ട്. താഴെ കടല്, ഇങ്ങനെ സൈഡിലൊരു കുന്ന്. അതാണ് സൂപ്പർ. ഈ വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാനായിട്ട്. കേട്ടോ, പക്ഷെ വെള്ളമൊന്നും എനിക്ക് കാണുന്നില്ലല്ലോ. വെള്ളമല്ല, കുന്ന് കാണത്തില്ലേ? കുന്ന് കാണാം. വെള്ളം ആ സൈഡിലാണ്, ആ റൈറ്റ് സൈഡിലാണ്. അവിടെയാ നമ്മൾ അതിന്റെ ഒരു ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കുറച്ചുകൂടെ മുകളിലേക്ക് കയറുമ്പോഴേക്ക് നമുക്ക് കടൽ കാണാൻ പറ്റും. ആ കുന്നിന്റെ പുറത്തേക്കാണ് നമ്മൾ ഒരു വാവ് ഫീൽ വന്ന കേട്ടോ. എന്ത് അടിപൊളിയാണെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കേബിൾ കാറിന്റെ എൻട്രി താഴെയായിരുന്നു. അതെ, നമ്മൾ താഴെ ഇപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് വേണം നമുക്കിതേ കയറാനായിട്ട്. പക്ഷേ മേളിൽ പോയി കഴിഞ്ഞാൽ, വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വ്യൂ നമുക്ക് ഈ റോട്ടിൽ കൂടെ പോയി കിട്ടും അല്ലേ. മറ്റേ നമ്മൾ ഈ റോട്ടിൽ കൂടെ വരുന്നില്ലല്ലോ, നേരെ അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തു അത് കണ്ടിട്ട് നമുക്ക് നേരെ താഴേക്ക് പോകാം. ഈ താഴെ കാണുന്ന കടൽ നോക്കി എങ്ങനെയുണ്ട്? ആകാശമാണോ കടലാണോ മനസ്സിലാകുന്നില്ല. നല്ല രസമായിട്ടുണ്ട്. കണ്ടോ ഈ താഴെ കടൽ കണ്ടോ? നമുക്ക് എന്തായാലും വണ്ടി ആകാശവും കടലും കൂടെ ഒരുമിച്ച് നിൽക്കുന്നവരുണ്ടല്ലേ. നമുക്ക് എന്തായാലും അവിടെ വണ്ടി നിർത്തി ആ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ താഴേന്ന് കേബിൾ കാറെ കയറാതെ നമ്മൾ വണ്ടിയായിട്ട് മേളിൽ വന്നിട്ട് ഈ വ്യൂ കണ്ടിട്ട് താഴേക്ക് പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ നിങ്ങളെ ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മമ്മിയെ കണ്ട് ഞെട്ടി നിൽക്കുക. പേടി കണ്ടിട്ട് ഈ താഴെ കാണുന്നത് കേട്ടോ, കടലിൻ്റെ ആ ഒരു കളർ നോക്കി. ബ്ലൂ കളർ. താഴെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരും ഇതിപ്പോൾ ആകാശവും കടലും ഏകദേശം ഒരുപോലെ നിൽക്കുന്ന രീതിയിലാണ് അല്ലേ. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ കേട്ടോ. ഞങ്ങൾ വണ്ടി ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്തു ഈ ഒരു ലുക്കൗട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരാൾ ഇത് ഇവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. ഇവര് കുഞ്ഞു ഉറങ്ങുമായതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്തിരുന്നു. ഇവർ പെട്ടെന്ന് ഇറങ്ങി പോകുന്ന കണ്ടപ്പോൾ ഒരാൾ ഞെട്ടി എണീറ്റിട്ട് ഇതുകൊണ്ട് എല്ലാവരും പോയെന്ന് എന്നെ വേഗം കൊണ്ടുപോയി. അങ്ങനെ കുഞ്ഞു എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രോൺ
പറത്താൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് പറത്തി ഡ്രോണിൻ്റെ കുറച്ച് യൂസൊക്കെ എടുക്കാം അല്ലേ. ഇവിടേക്കുള്ള മറ്റേ 2 സ്റ്റേഷൻ്റെ ഇടയ്ക്ക് ഒരു 2-3 ലുക്കൗട്ട്സ് ഉണ്ട് ഇതുപോലെ ഈ വ്യൂ കാണാൻ. അതെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊന്ന് വിശദമായിട്ട് കാണാം അല്ലേ. ഒരുപാട് ആകാശവും വെള്ളവും മനസ്സിലാകുന്നില്ലല്ലേ. അതെ അതെ. അപ്പം ഞാനിങ്ങനെ ആകാശം കടലും ഒക്കെ ഒന്നായിട്ടിരിക്കുന്നത് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പം അകലേന്നൊരു സംഭവം ഞാൻ കണ്ടു കേട്ടോ. ഞാൻ ഇങ്ങനെ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാൻ നോക്കാം. ഇതുകൊണ്ടോ അങ്ങനൊരു കപ്പൽ വരുന്നത്. വാവ്, കണ്ടിട്ടൊരു ചരക്ക് കപ്പലാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മാക്സിമം സൂം ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭംഗിയില്ലേ ഇവിടെ കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. അകലേന്ന് വരും. അങ്ങ് നമുക്ക് മെൽബൺ സിറ്റിയും കാണാം കേട്ടോ. കുറച്ച് ഫോഗി ആയിട്ടിരിക്കുന്ന അവിടെ. അതെ അതെ അതെ, അത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, കാണാൻ പറ്റുന്നുണ്ട് മെൽബൺ സിറ്റി. കുഞ്ഞാക്ക് ഇഷ്ടപ്പെട്ടു. ഈ അങ്ങ് കാണുന്നത് മെൽബൺ സിറ്റി, അത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മളെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച കേട്ടോ. എനിക്ക് ഇതിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീല, ഇവിടെ ഗ്രീനിഷ്. അതെ, ഒരു ഗ്രീനിഷും നീലയുടെ കൂടിയിട്ട് നല്ല രസമായിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിനടുത്തുള്ള ആ ഒരു പ്രദേശങ്ങളും തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആട്ടോ ഇത്. അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. താഴെ എന്താ ഇവിടെ കാണുന്നത്? ഒരു ലൈറ്റ് ഹൗസ് ആണോ കാണുന്നത്? ഇത് താഴെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. എന്താ കളർ അല്ലേ, കളർ ഭയങ്കര രസമാണ്. നമ്മുടെ കപ്പൽ എവിടെ എത്തിയാവോ? അത് ഭയങ്കര രസമാട്ടോ വരുന്ന കാണാൻ. നമ്മുടെ കപ്പൽ എന്തി വരുന്നുണ്ട്. അവൻ ഓടി എത്തുന്നത് പറയട്ടെ. നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മറ്റേ ക്ലൗഡ്സ് കാണുന്ന ഒരു വ്യൂ അല്ലേ ഇത്? ഏകദേശം അങ്ങനത്തെ ഒരു വ്യൂ അല്ലേ? അവനവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. അവൻ ഓടി വരുവാ. ശരിമോളെ, താഴെ എന്തൊക്കെയാ ഉള്ളത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ. അതിലെ ഒരു വഴി കാണുന്നുണ്ട് കേട്ടോ. ആ സൈഡിലൊരു വഴി കാണുന്നുണ്ട്. ഇതിനടുത്താണല്ലോ ആൾക്കാരെല്ലാം താമസിക്കുന്നത്. ഇവിടെ നിന്ന് എടുത്ത് ചാടിയാൽ മതി. ഏതെങ്കിലും വീടിന്റെ മുറ്റത്ത് വെച്ചാലും കൈയും കാലം ഒടിഞ്ഞിട്ടേ ചെല്ലത്തുള്ളത്. താഴെക്കടയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാനിവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. എന്താണ് ഒരു കടൽ പാലം. അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ വ്യൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇച്ചിരി ക്ലൗഡി ആയതുകൊണ്ട് കളറൊന്നും ശരിയാകത്തില്ലെന്നായിരുന്നു. പക്ഷേ നല്ല കളറുണ്ട് കേട്ടോ. അടിപൊളി. നമ്മളെ നമുക്ക് ഇവിടുന്ന് ഡ്രോൺ ഒന്ന് പറിച്ചു നോക്കാം. എങ്ങനെയുണ്ടോ നോക്കട്ടെ. നല്ല വ്യൂ ആയിരിക്കും. നല്ല വ്യൂ ആയിരിക്കും. ഇതിപ്പോൾ ശരിക്കും ഡ്രോണിൽ നിന്ന് കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത്. അന്നേരം നമുക്കൊന്ന് പറിച്ചു നോക്കാം. വാ. മോളെ, അവിടെ ആരോ സ്പീഡ് ബോട്ടിൽ പോകുന്നുണ്ടോ? നല്ല വെള്ളം നല്ല വരഞ്ഞു പോകുന്നു, പടം വരയ്ക്കുന്ന പോലെ. ശരിയാണല്ലോ, നല്ല സ്പീഡാണല്ലോ വരുന്നത്. കപ്പൽ ക്ഷീണമാണല്ലോ, പയ്യാണല്ലോ വരുന്നത്. കപ്പൽ നമ്മുടെ അടുത്തേക്ക് കുറച്ച് അടുത്തേക്ക് എത്തി കേട്ടോ. നമുക്കിപ്പോൾ അത്രയും കാര്യമായിട്ട് എന്തൊക്കെയോ കൊണ്ടിരുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ശരിക്കും ആ കപ്പൽ എത്ര ദൂരത്തിലാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. എന്തോരം അകലെയാണെന്ന് നോക്കി. അപ്പം നമുക്ക് താഴേക്ക് പോയാലോ? നമുക്ക് താഴേക്ക് പോയി ഇനി കേബിൾ കാറേ കയറാം. അവിടെ നിന്ന് ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വരാം. വാ. അപ്പം നമ്മളിവിടെ നമ്മുടെ ആ കേബിൾ കാറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി കേട്ടോ. നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അകത്തേക്ക് കയറുകയാണ്. ഇനിയിപ്പം നമുക്കിവിടെ കയറിയിട്ട് വേണം. രണ്ട് സൈഡ് മറ്റേ 2 പോയിന്റ്സ് ഉണ്ട്, സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. അതെ, ഇവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യാം, വേണമെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യമേ അവിടെ പോയി വണ്ടിയൊക്കെ നിർത്തി ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ താഴേക്ക് വന്നു.
നമുക്ക് ഒറിജിനൽ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോക്കട്ടാണ് എൻ്റെ മൈക്ക് ഇവിടെ നിന്ന് എങ്ങനെയും അഴിച്ചെടുക്കാം. അങ്ങനെയുള്ള പരിപാടിയാണ്. ഇത് കുറേ നേരമായിട്ട് ഒരു സാധനം ഇവിടെ ഇരിക്കണം. നോക്കുന്നത് സൂക്ഷിച്ച്. നമുക്ക് കയറാൻ പോകാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ടുഡേസ് ലാസ്റ്റ് ഗൊണ്ടോള ലീവ് സെറ്റ്. 5 PM. ഗൊണ്ടോള തന്നെയല്ലേ പറയുന്നത്? ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും 5 മണിക്കാണ് ഇവിടുത്തെ അവസാനത്തെ കേബിൾ കാർ പോകുന്നത്. റിട്ടേൺ എപ്പോഴാണ് ആവും? എന്തായാലും ഇവിടെ ഒരു ചെറിയ സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തായിരുന്നു. നമുക്ക് എന്തായാലും മേളിലേക്ക് കയറി പോകാം അല്ലേ? ടിക്കറ്റ് പർച്ചേസ് ഫോട്ടോസ് ഒള്ളി ഹിയർ. അതെന്നാ സാധനം? പർച്ചേസ് ഫോട്ടോസ് ഒള്ളി ഹിയർ. അതായത് നമ്മുടെ ഫോട്ടോ എടുത്ത് ഇവിടെ നിന്ന് കാശ് കൊടുത്തിട്ട് വാങ്ങിക്കായിരിക്കും. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ചെറിയ സ്റ്റോറൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. നമുക്ക് നേരെ മേളിലേക്ക് കയറാം. നമ്മുടെ കാർ വന്നു കേട്ടോ, നമ്മുടെ കേബിൾ കാർ വന്നു. നമുക്ക് അകത്തേക്ക് കയറാം. അങ്ങനെ നമ്മുടെ ഗോണ്ടോളയിൽ കയറി അല്ലേ? കേബിൾ കാർ. ഒരാൾ ഇതിനൊന്നും ചാടിപ്പോകുന്നത്. ചാടിപ്പോരുത്. നമ്മള് ഇനി ഇവിടെ നേരെ മേളിലേക്ക് സോയിക്കോട്ടനാണെങ്കിൽ കേബിൾ കാറെ കയറിയിട്ട് തന്നെ ഇരിക്കണം. മടി ചെയ്തിട്ട് പ്രശ്നമാണ്. ഞങ്ങൾ വലിയ ആളാ, സ്വന്തമായിട്ട് ഞങ്ങൾ പല്ലൊക്കെ പോകും. ഞങ്ങൾ തന്നെ ഇരിക്കുന്നതാണ്. അടിയിലുണ്ട് ഞങ്ങളുടെ ടീത്ത്. നമ്മളിങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വലിയ ചക്രമൊക്കെ കറങ്ങുന്നു. ഈ യന്ത്രം പ്രവർത്തിപ്പിച്ചാണ് നമ്മളെ ഇതുണ്ടോ? ഈ യന്ത്രമാണ് നമ്മളെ കറങ്ങിക്കൊണ്ട് പോകുന്നത്. നമ്മളെ വാച്ചിനകത്ത് കാണുന്ന സാധനം പോലെ ഉണ്ടല്ലോ, അതിനാണ് നമ്മളെ കറക്കി മേടി കൊണ്ടുപോകുന്നത് അല്ലേ? അടയുന്നുണ്ട്. ചോദിക്കണാണെങ്കിൽ മെഷീനെ നോക്കിയിരിക്കുക. മെഷീൻ കാണാൻ രസമുണ്ട് കേട്ടോ. കേട്ടോ ഫുൾ കറക്കമാണ്. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? മമ്മി പേടിയുണ്ടോ? മമ്മി ചെറിയ കുലുക്കമൊക്കെ ഉണ്ട്. ഒരാൾ സ്തംഭിച്ചിരിക്കുന്നു. ഇവരെ പോകുന്ന നമ്മള് കൊച്ചി പേടിയുണ്ടോ? മേടി കയറുമ്പോ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത്രയും ഹൈറ്റ് ആയപ്പോ തന്നെ കാറ്റുണ്ട്. ഇപ്പം ഇത് പേടിയൊന്നും ഇല്ല ഒരാൾക്ക്. ഇപ്പൊ ശരിക്കും ഫുള്ള് ശാന്തമായ കേട്ടോ. സോയിക്കോട്ടെ ഇവിടെ കൂളായിട്ട് കാഴ്ച കണ്ടിരിക്കുകയാണ്. സോയിക്കോട്ടെ അവിടെ എന്താ നോക്കി? കടലുണ്ടോ? അവിടെ കടല് ഷിപ്പൊക്കെ ഉണ്ടോ നോക്കി? മമ്മിയാണ് പേടിച്ചിരിക്കുക. സോയിക്കോട്ടാണ് അവിടെ കൂളായിട്ട് കാഴ്ച കാണുന്ന ഒരാളാണ്. എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടോ കൊച്ചിന്? സോയിക്കോട്ട് ഇഷ്ടപ്പെട്ടോ? കാക്കേനെ കണ്ടു. കാക്കയെ കണ്ടു. നമ്മളെ വ്യൂ ഒക്കെ ആയി വരുന്നുള്ളൂ. ഈ സൈഡിൽ ശരിക്കും ഒരു ഗ്ലാസ് ഡോറാണ്. ഇവിടെ ഇങ്ങനെ ഇതുപോലെയൊക്കെ നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇതേ ആൾക്കാരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. കോഴിക്കോട്ടെ ആരാ പോകുന്നേ? കോഴിക്കോട്ടെ എന്തൊക്കെ ഉദ്ദേശമുണ്ട്? നടക്കുന്നില്ല. ഈ കരയുന്നത് നടക്കണം. ഞങ്ങൾക്ക് ഇതിനകത്ത് ഓടി നടക്കണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. വീടുന്നില്ല അങ്ങോട്ട്. നമ്മളിപ്പം ഇവിടെ നിന്ന് ഈ കാണുന്ന ആ ഒരു വഴിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പേടിയാവുന്നോ? ഈ കാണുന്ന അങ്ങോട്ട് പോയി അങ്ങ് വരെ പോകും നമ്മള്. ഈ ഒരു വഴിക്കാണ് നമ്മൾ ഇങ്ങനെ മേളിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. പക്ഷേ പേടിപ്പിക്കുന്നൊന്നുമില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമല്ലേ? പക്ഷെ പേടിയൊന്നും തോന്നില്ല കേട്ടോ. മലയാട്ടി കിടക്കുന്നോണ്ടാ. ഇത് അവിടെ ഒരു ബേബി. ഇതുകൊണ്ട് ആ വണ്ടിക്കകത്തൊരു ബേബി ഉണ്ട്. സോയിക്കട്ടൻ കണ്ടോ? ബേബിനെ കണ്ടോ? അതുകൊണ്ട് ബേബി ഉണ്ട് അതിനകത്ത്. ബേബി നോക്കുന്നുണ്ട് അവിടുന്ന്. നമ്മളിങ്ങനെ മേളിലേക്ക് വരുന്തോറും അല്ലേ വ്യൂ കൂടി വരുക. നമ്മൾ ആദ്യം വണ്ടിയായിട്ട് മേളിൽ പോയി കണ്ടോണ്ട് ഇരുട്ടിൽ നിന്നും വെട്ടത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാലാണ് മേളിലേക്ക് കയറുന്നോറും ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറഞ്ഞാല്. കോഴിക്കോട് നടന്നു നോക്കിയിട്ട് അയ്യോ എന്നൊക്കെ പറയുന്നു.
അങ്ങനെ നമ്മുടെ വ്യൂ ഇവിടെ വന്നപ്പോഴേക്കും കംപ്ലീറ്റ് ആയി കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ ഒരു സെയിം വ്യൂ ഇപ്പം നമുക്ക് കേബിൾ കാറാന്ന് കിട്ടി. പേടിക്കാനൊന്നുമില്ല കേട്ടോ, നല്ല രസമാണ് ഇത് പോകാനായിട്ട്. വളരെ കാമൻ, നല്ല കാമൻ കേട്ടാണ്. ഇവിടുന്ന് കാണുമ്പോ രസമുണ്ട് കേട്ടോ. കണ്ടോ ഇവിടുന്ന് പഴയ വ്യൂ ഒന്നും അല്ല, വ്യൂ മാറി. അതെ, ഇപ്പൊ എങ്ങനെയുണ്ട് വ്യൂ? നമ്മൾ ഇറങ്ങി വന്ന് ഇപ്പം നല്ല അടിപൊളിയായി. ഇറങ്ങി വന്നല്ല, നമ്മൾ കയറി മേളിൽ വന്നിട്ട് ഇപ്പോൾ ആ ഒരു കംപ്ലീറ്റ് വ്യൂയിലേക്ക് നമ്മൾ എത്തി. തോന്നിക്കോട്ടോ, ഇഷ്ടപ്പെട്ടോ കൊച്ചിന്? ആഹാ, പക്ഷേ കളർ കുറച്ച് മാറി കേട്ടോ. നമ്മൾ നേരത്തെ മേളിൽ വന്ന് കാര്യം പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് എടുത്ത് നന്നായി കേട്ടോ. ആ ഒരു കളർ നിങ്ങളെ നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റി അല്ലേ? എന്നാലും പക്ഷേ ആകാശവും ആ വെള്ളത്തിന്റെ ആ അറ്റവും തമ്മിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ ആട്ടോ നമ്മൾ കയറി പോയത്. താഴെ വഴി കാണുന്നുണ്ട്. നമ്മൾ ഹൈ റേഞ്ചിൽ കൂടെ ഒക്കെ കയറി പോകുന്ന പോലെ തന്നെ മലയ്ക്ക് ചുറ്റും കയറി പോയാൽ മേളിലെത്തിയത്. അതിന് നമുക്ക് തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം മേളിലെത്താറായി അല്ലേ? താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങ് താഴെ നമ്മൾ വന്നേ. ഇപ്പം നമ്മളാണ്ടെങ്കിൽ മേളിലെത്തി കേട്ടോ. അങ്ങ് താഴെ നമ്മൾ വന്നത്. ഇത് വളരെ പയ്യെ അല്ലേ, സാവധാനം പോകുന്നുണ്ട്. അങ്ങനെ പേടിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല കേട്ടോ. അമ്മ അനങ്ങാതിരിക്കുക, ശ്വാസം വിടാതിരിക്കുക. നമ്മൾ പോയത് വഴി റോഡ് ഇപ്പൊ പക്ഷേ ഒരു നല്ല നമ്മൾ പോയ വഴി അത് തന്നെ. ഇതാണ് നമ്മൾ പോയ വഴി. ഇതിലാണ് നമ്മൾ വണ്ടിയായിട്ട് കുറച്ച് മുമ്പേ പോയത്. നമ്മളെ ഡ്രോൺ ഈ ഭാഗത്തൂടെയാണ് കുറച്ച് മുമ്പേ പറന്നു പോയത്. ശരിക്കും ഡ്രോൺ വ്യൂവിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഈ മേളിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് തന്നെ ഡ്രോണിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ്. ഓൾറെഡി നല്ല ഹൈറ്റിലാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സെയിം വ്യൂ ആയിട്ടോ. ഇടയ്ക്ക് വെട്ടം അടിക്കുന്നിടത്ത് നേരത്തെ ആ ഒരു കളർ വരുന്നുണ്ട് ഇവിടെ, നീല കളർ. ഒരാളാണ് ഇവിടെ കേബിൾ കാറായി വന്നത് വെള്ളമൊക്കെ കുടിച്ച് അടിച്ചു പൊളിക്കുക, ഒരു പേടിയില്ല. ഞങ്ങൾക്ക് ഏത് കാറാണല്ലോ ഒരുപോലെ. പോയപ്പോഴേക്ക് കുന്നിൻ്റെ മേളിലൊരു വീട്. ഇതിന്റെ ഇതിനകത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ താമസിക്കാനായിരിക്കും. അത് കണ്ടിട്ട് ഒരു ഹോം സ്റ്റേ സെറ്റപ്പ്, നല്ല തടി വെച്ചുണ്ടാക്കിയ ഒരു വീട്. കൊള്ളാം കേട്ടോ. പൊളിയോ സോയിക്കോട്ടാ? ഇടിച്ച് പൊളിയോ കേബിൾ കാർ? സ്ട്രോങ് ആണോ? സ്ട്രോങ് ഡബിൾ സ്ട്രോങ് ആണെന്ന് പറയും. അങ്ങനെ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സെയിം വ്യൂവിലേക്ക് എത്തി കേട്ടോ. നമ്മുടെ കേബിൾ കാർ അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങ് അകലെ വഴികളൊക്കെ കാണാം കേട്ടോ. നമ്മളിങ്ങോട്ട് വന്ന വഴിയാണത്. ഈ ഭാഗത്തൂടെയൊക്കെയാണ് നമ്മളിങ്ങോട്ട് വന്നേ. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ വീടുകളൊക്കെ എത്തി. അത് മറ്റേ റിസോർട്ടൊക്കെയാണേ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ട് തൊട്ട് മുമ്പ് ഒരു തണുത്ത കാറ്റ് വീശി. ചാടി ദേഹത്ത് കയറി ഒട്ടിയിരിക്കുന്നത് ഇവിടെ. തൊപ്പിയും വെച്ച് തണുത്ത് പോയത്. മുഖമൊക്കെ ചോന്നു പോയി വെച്ചിട്ട്. നമുക്ക് ലാൻഡ് ചെയ്യാം. നമ്മൾ എത്തി. ബാ, അപ്പൊ നമുക്ക് വയ്യ പുറത്തേക്ക് ഇറങ്ങാം. ബാ, അങ്ങനെ നമ്മൾ ഇറങ്ങി. ഒരാൾ കുറച്ച് ചോയ്സ് ഉണ്ടോ? ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റോറിനകത്തേക്ക് വന്നിറങ്ങുന്നത് അല്ലേ? അപ്പം നമ്മളിവിടെ വന്നിങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു സുവനീർ ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് അല്ലേ, ചെറിയൊരു സ്റ്റോറ്. പിന്നെ ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു കോഫി ഉണ്ട് കേട്ടോ. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു കഫേ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് കോഫി കുടിക്കാം, അത്യാവശ്യം സ്നാക്സ് ഒക്കെ കഴിക്കാം. പിന്നെ ഇതാണ് പുറത്തേക്കുള്ളൊരു വ്യൂ. പുറത്തേക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വണ്ടി ഓടിച്ച് മേളിലേക്ക് വന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. നമ്മളിവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയായിരുന്നു നേരത്തെ. ഇപ്പം നമ്മുടെ വണ്ടി താഴെ ഇട്ടിട്ട് നമ്മൾ നേരെ കേബിൾ കാറിൽ കയറി പോകുന്നു. ഇതിന് ഔട്ട്ഡോർ ഉണ്ട് കേട്ടോ ഈ കഫേക്ക്. നല്ല രസമുണ്ട്. അപ്പം നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്തിനാണ്? അർദ്ധർ സീറ്റ് കാണണം അല്ലേ നമ്മളെ? അർദ്ധർ സീറ്റ് അവിടെ സീറ്ററും ഉണ്ട്, അത് പോയി കാണാം. സീറ്റുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു കോഫി പറയാം. വാ. സോയിക്കോട്ടനകത്തിരിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് പോകുന്നു. അവിടെ കാഴ്ച വെക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ സൈഡിൽ നമുക്ക് ഇരുന്ന് കോഫി കുടിക്കാം. അപ്പുറത്തെ സൈഡിൽ വേറൊരു അല്ലേ ഔട്ട്ഡോർ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു കോഫി പറഞ്ഞിട്ട് തരാം. അങ്ങനെ ഒരാളിവിടെ എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നത് പറ.
ഓക്കെ, വേറെന്താ പറയുന്നത്? കുഞ്ഞിന് ബനാന ബ്രെഡ് എടുക്കാം. കുഞ്ഞിന് ബനാന ബ്രെഡ്. ഓക്കെ, ഇത്ര മതിയോ? മമ്മിക്ക് എന്താ പറയുന്നത്? ഓക്കെ, എന്നാ വാ. ഞാനും കഴിക്കത്തില്ല, വാ. ആ, ഓക്കെ. അപ്പോൾ നമ്മുടെ കോഫി ഐറ്റംസൊക്കെ വന്നു കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇച്ചിരി മധുരമൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ചെറിയൊരു തണുപ്പുണ്ടെന്നാലും വലിയ തണുപ്പൊന്നുമില്ല, നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ. നമ്മുടെ കേബിൾ കാർ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പം അതിലെ നമുക്കിങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു കോഫിയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക. ഇവിടെ എന്തോ മറ്റേ എൻചാന്റഡ് ഗാർഡനോ അങ്ങനെ പിള്ളേരുടെ എന്തൊക്കെയോ സാധനം ഉണ്ട് കേട്ടോ. അതെ, അതെ, നമുക്ക് അർദ്ധർ സീറ്റ് ഉണ്ടോ കാണിക്കണ്ടേ? ആ, അർദ്ധർ സീറ്റ് കാണിക്കാം. കോഴിക്കോട്ടെ മേളമാണല്ലോ, കൊച്ചിന് കൈ വേണം. അപ്പോൾ എന്തായാലും കോഫി കുടിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഓക്കെ ഓക്കെ. ആ, കോഴിക്കോട് ഇഷ്ടപ്പെട്ടു. കോഴിക്കോട്ടം താളം പിടിച്ചിരുന്ന് കഴിക്കാം. കൊച്ചിന് 2 കയ്യിൽ എന്തെങ്കിലും സാധനം വേണം കൊച്ചിന്. അതെ അതെ, കോഴിക്കോട്ടം താളം പിടിച്ചിരുന്ന് നമ്മൾ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മളെ ഇവിടുത്തെ കഫേയിലെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? കോഴിക്കോട്ടാണെങ്കിൽ കാക്കയെ കാണിച്ചേക്കാം. നല്ലായിരുന്നു അല്ലേ? നല്ല കേക്കും ബ്രെഡും എല്ലാം നല്ലതായിരുന്നു. കാക്കേനെ കണ്ട സോക്കുട്ടൻ നല്ലായിരുന്നു കേട്ടോ. ഇത് മഷ്റൂം രണ്ടും ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ മഷ്റൂം ചിക്കൻ ഫ്രൈ എന്നല്ല, അത് നല്ല രസമുണ്ട്. പുഡിക്കാൻ നല്ല ഒരു കേക്ക്, പ്ലം കേക്ക്. കൊച്ചി നമ്മുടെ അടുത്ത കേബിൾ കാർ വന്നപ്പോഴേക്കും വേളം ഉണ്ടാക്കിയതാ. അതിനകത്ത് നമ്മൾ വന്നേ, ഇനി നമ്മൾ അതിനകത്ത് കയറി പോവും. കോഴിക്കോട്ടനെ ഇവിടെ കിടന്ന് അടിച്ചു പൊളിക്കുകയാണ്. അല്ല, നീ കോഫി ഒറ്റ സൈസ് വേണം നീ പറയാ. എല്ലാം കൊച്ചി ഇവിടെ വന്നിട്ട് എല്ലാം കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക, എല്ലാം കാണിച്ചു കൊടുക്കുക. കുഞ്ഞാക്ക് വിശക്കുമായിരുന്നു. അതെ, എല്ലാം ഇങ്ങനെ തരാനാണ് പറയുന്നത്. പോരട്ടെ പോരട്ടെ. ഇത് കാപ്പിയാ വേണ്ട. കാപ്പി വേണ്ട. കോഴിക്കോട്ടൻ ഇവിടുത്തെ സ്റ്റോറി കയറി ഇഷ്ടപ്പെട്ടതെല്ലാം മേടിച്ച് പിടിച്ചു. 2 ബോളൊക്കെ മേടിച്ചേക്കുന്നത്. ഒരു ചെറിയ ബോളോ ഒരു വലിയ ബോളോ എല്ലാം. വലുത് വേണമെന്ന് പറഞ്ഞല്ല, വലുത് ഞാൻ മേടിച്ചതാ പാർക്കിൽ പോകുമ്പോ കൊടുക്കാനായിട്ട്. ഇതാണ് നമ്മളെ ഇവിടുത്തെ ഈഗിള്. ഈഗിൾ. ഇതെന്താ ആർദർ സീറ്റ് ഈഗിൾ അങ്ങനല്ലേ പറയുന്നത് ഇതിന്? എടാ സോയിക്കോട്ടാ, കൊച്ചിന്റെ കാക്ക ഇത് കാക്ക. ഇത് കാക്ക. ഈഗിളൊക്കെ എല്ലാം ഞങ്ങൾക്ക് കാക്കയല്ല പക്ഷി. സോയിക്കോട്ടെ കാക്കയൊക്കെ ഉണ്ടോ വെച്ച്? കാക്കയാണോ? കാക്ക. ഇതാണ് ഇവിടുത്തെ ഈഗിൾ അല്ലേ. നമുക്കിനി ഇവിടുന്ന് റിട്ടേൺ ഇവിടെ നിന്നാണ് കേബിൾ കാർ കയറി പോകണ്ടേ. എന്തായാലും നമുക്ക് ഇവിടെ വന്നിട്ട് ആർദർ സീറ്റ് ഒന്ന് കണ്ടിട്ട് വാ. ഇങ്ങനെ താഴെ നമ്മുടെ ആകാശവും കടലും വീണ്ടും ഒന്നിച്ച് നിൽക്കുകയാണ്. എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അല്ലേ. അപ്പോൾ ഇതാണ് ആർദർ സീറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആർദർ സീറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി തിരിച്ച് ഇവിടുന്ന് കേബിൾ കാറിലേക്ക് കയറി പോയാലോ. എന്നിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോൾ സെയിം കാഴ്ച തന്നെയാണ്, എന്നാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കേബിൾ കാറെ കയറി തിരിച്ച് താഴേക്ക് പോകുന്നു. നേരത്തെ അതേ വ്യൂ തന്നെ കേട്ടോ. കടലിൻ്റെയൊക്കെ കളറൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട്. കുറച്ചുകൂടെ തണുത്ത കാറ്റ് വീശാൻ. അങ്ങനെ ഇപ്പോഴാരും താഴെ വരുന്നുണ്ടോ? ഇല്ലല്ലേ, ആൾക്കാരൊന്നും വരുന്നില്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആണ്ട് കടലിൻ്റെ ഭംഗി നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. അപ്പോൾ നമ്മുടെ കേബിൾ കാർ അങ്ങനെ താഴെ എത്താറായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നേരെ വീട്ടിലേക്ക് പോകാം. വേറെ പരിപാടിയൊന്നുമില്ല. അയ്യോ ഒരാൾ എന്നെ ഇവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഇവിടെ ശ്വാസം പിടിച്ചിരിക്കുന്നു. അടുത്തെത്താറായതിന് കുറച്ച് ആശ്വാസം. അതെ 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 അതെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള വീഡിയോസുമായി നമുക്കിനി വീണ്ടും കാണാം.
അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ.